ഹായ് ഗൈസ്, നമ്മൾ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഓരോ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നാറില്ലേ. അപ്പോൾ ഈ കാച്ചിൽ, ചേമ്പ്, ചേന അതൊക്കെ ഈ മുളകൊക്കെ പൊട്ടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമാണല്ലേ. അപ്പോൾ അങ്ങനെ കഴിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അതുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തോന്നുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങ് ഇടുക്കിയിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെയൊക്കെ കുറച്ച് ചേമ്പ്, ചേന ഒക്കെ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഇച്ചിരി കാച്ചിലെന്ന് പുഴുങ്ങിയാലോ എന്ന് മനസ്സിലൊരു ആഗ്രഹം. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഇവിടേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു കിഴങ്ങ് മാന്തി എടുത്ത് നമ്മൾ വേഗം ചെത്തി റെഡിയാക്കി നമ്മൾ അടുപ്പയിലോട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്മോക്ക്ലെസ് ഓവനിലോട്ട് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ പുറത്ത് പണിത ഒരു അടുപ്പാണ് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തീ പിടിപ്പിച്ച് നമുക്ക് കത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ട് 3 കഷ്ണം വിറകെ വെച്ചിട്ടുള്ളൂ. നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കാച്ചിൽ മുറിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ അടുപ്പ് കത്തുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വിറകടുപ്പ് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്മോക്ക്ലെസ് വുഡ് സ്റ്റൗ ആണ്, അതുകൊണ്ട് തന്നെ പുകയില്ല കേട്ടോ. ഒരു കുറച്ച് പുക പോലും ഇതിലെ വരുന്നത് നിങ്ങൾ കാണുന്നില്ല. അത്ര വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ പിന്നെ നിങ്ങൾ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. മിക്കവരും പറയുന്നുണ്ട് സ്മോക്ക്ലെസ് വുഡ് സ്റ്റൗ വീട്ടിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല, കംപ്ലൈൻ്റ് ആണ്, പുക മുഴുവൻ അടുക്കളയിലോട്ട് വരുന്നുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഔട്ട്ഡോറിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാറ്റിൻ്റെ പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഒരു തരി പുക പോലും പുറത്തോട്ട് വരാതെ പൈപ്പ് വഴിയാണ് പുക പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പുക വരുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള അവസ്ഥ. അപ്പോൾ നല്ല രീതിയിൽ അടുപ്പ് ഫിക്സ് ചെയ്താൽ യാതൊരു പ്രശ്നവും ഉണ്ടാകും. അപ്പോൾ ഞാൻ കാച്ചിലൊക്കെ പുഴുങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേനും മമ്മി മുളക് സമ്മന്തിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് പാത്രത്തിൽ അതേപടി എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടി സമ്മന്തി കൂട്ടി എല്ലാവരും കൂടെ കഴിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞൊരു പ്രത്യേക രസമാണല്ലേ. എല്ലാവരും വട്ടത്തിലിരുന്ന്, പണ്ടൊക്കെ എല്ലാവരും കൂടെ കൂടി വട്ടത്തിലിരുന്ന് ഒരു കലം കപ്പയൊക്കെ പുഴുങ്ങി വട്ടത്തിലിരുന്ന് കഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെ ആരുമില്ല. എല്ലാവരും സെപ്പറേറ്റ് ഓരോ കഷ്ണം അല്ലെങ്കിൽ 2 പീസൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവർക്കൊക്കെ മുളക് സമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വലിയ എരിവില്ലാതെ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ വാളംപുളിയോ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, അവർ കഴിക്കുകയും ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം കുറിച്ചാലായി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.